ഹായ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചോറിൻ്റെയും ദോശയുടെയും ഇഡ്ലിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തി പൊടിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാനിലോട്ട് നമുക്ക് 1/2 ടീസ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് ഒരു 10 മുതൽ 15 വരെ നമ്മുടെ എരിവനുസരിച്ച് ഉണക്കമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് ഈ ഉണക്കമുളക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. വലിയ തീയിലിട്ടിട്ട് ഒരിക്കലും ഇത് മൂപ്പിച്ചെടുക്കാൻ പാടില്ല. ഇപ്പം നല്ല പോലെ നമ്മുടെ മുളകൊക്കെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി അതേ പാനിലോട്ട് തന്നെ നമുക്ക് 1 ടീസ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂണോളം മുഴുവനോട് കൂടിയിട്ടുള്ള മല്ലി ഉണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ചെറിയ തീയിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മല്ലിയൊക്കെ ഒരുവിധം മൂത്ത് വരുന്നുണ്ട്. ഈ സമയമാകുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂണോളം നല്ല ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകം ഉണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു പിടി കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി നല്ലതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ചെറിയ തീയിൽ നല്ല പോലെ ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഉണക്കമുളക് ഉണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ മല്ലിയും ജീരകവും വേപ്പിലൊക്കെ ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വാളംപുളി ഉണ്ടല്ലോ, ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള ഒരു വാളംപുളി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 6 മുതൽ 10 വരെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് വേണം ഇനി അടുത്തതായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആവശ്യാനുസരണം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ല ഫൈൻ പൗഡറായിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ നമ്മളെല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഒരു ഒറ്റ സ്റ്റെപ്പും കൂടി ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഇഷ്ടാനുസരണം നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നെയ്യ് നല്ല പോലെ ഉരുകി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് നമ്മൾ ഈ പൊടിച്ച് വെച്ചിട്ടുള്ള ഈ പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 4-5 മിനിറ്റ് ചെറിയ തീയിൽ നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പൊടിയൊക്കെ നമ്മൾ നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം കായംപൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ 1 മിനിറ്റ് കൂടെ നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ തേങ്ങയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ചമ്മന്തിപ്പൊടി ആട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ.